തൃക്കാക്കരയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഓണസദ്യ ഇപ്പോൾ നടക്കുകയാണ്. സജോ ദേവസ്യ അവിടെ സദ്യ കഴിച്ചോ എന്ന് നോക്കണം. അതോ സജോ ദേവസ്യ സദ്യയുടെ ആ ഒരു വിഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുകയാണോ എന്നറിയണം. സജോ ദേവസ്യ ഹാപ്പി ഓണം. ഓണസദ്യ കഴിക്കുന്നവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സദ്യയിലെ വിഭവങ്ങളുടെ മണമൊക്കെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു സമയം കൂടിയാണ്. എനിക്ക് സജോയുടെ ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാകും. ഈ അവസരത്തിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട്. സജോ സദ്യ കഴിച്ചോ? ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യ കഴിച്ചില്ല, ഇനിയിപ്പോ ഇരിക്കണം. ഇവിടെ കുറേയധികം തവണ അവസരം വന്നു, പക്ഷേ ഈ വിശേഷങ്ങൾ സുജയോട് പറഞ്ഞിട്ട് കഴിക്കാന്നോർത്ത് കാത്തിരിക്കായിരുന്നു. സത്യമായിട്ട് അങ്ങനെയാണല്ല, സീറ്റ് കിട്ടാഞ്ഞിട്ടല്ല. ഇവിടെ ആളുകളുണ്ട് നമ്മളോടൊപ്പം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇവിടുത്തെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ, അതായത് തിരുവോണ ഉത്സവം തന്നെയാണ് നടക്കുക യഥാർത്ഥത്തിൽ. അതിന്റെ ഭാഗമായുള്ള സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എന്തുണ്ട് ഓണാശംസ? ഈ കൊല്ലത്തെ ഓണം അടിപൊളി ഓണമാണ്. തന്നെയാണ്. അതെ അതെ, ഞാൻ കളക്ടറേറ്റിന്റെ അരിയിലാണ്. അപ്പൊ ക്ഷേത്രത്തിൽ വരിക, തൃക്കാക്കരയപ്പന്റെ സദ്യ കഴിക്കുക, അതെ അതെ അതെ. ഇന്ന് ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് ഈ അന്നദാനം കഴിച്ചു മനസ്സ് നിറയെ സന്തോഷവും സമാധാനവും കിട്ടും നമുക്ക്. നാടും നഗരവും നന്നായിരിക്കട്ടെ. തൃക്കാക്കരപ്പ മഹാദേവാ. ഈ ഓണത്തിനല്ല, എല്ലാ ഓണത്തിനും പതിവായി ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. പിന്നെ ഞാൻ എന്റെ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങൾ ഇവിടെ ചെറുപ്പം വലിയ ഇവിടെ ഉള്ളതാണ്. എന്നാലും കല്യാണം കഴിച്ച എടപ്പള്ളിയിലാണ്ടാ. അപ്പൊ കാക്കനാട്ട് കളക്ടറിന്റെ അരിയിൽ തന്നെ എന്റെ വീട്. കളക്ടറിന്റെ തൊട്ട് ഓപ്പോസിറ്റ്. സന്തോഷം. ഇനി ഒരുപാട് ഓണം അങ്ങനെ ഇവിടെ തൃക്കാക്കരപ്പന്റെ സന്നിധിയിൽ തന്നെ ഉണ്ണാൻ കഴിയട്ടെ. ചേട്ടാ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഗംഭീരമായിട്ട് ആകുന്നുണ്ട്, ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പൊ ഇവിടെയുള്ള ആളുകളുണ്ട്. ഇതാ അവിടെ ഒരു കുഞ്ഞു ഭാവം. നേരത്തെ അമ്മയെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. അമ്മ ഹാപ്പി ഓണം. അപ്പൊ ഇവിടെയുള്ള ആളുകളൊക്കെ നേരത്തെ നമ്മുടെ ഒരു കുഞ്ഞു ഭാവ. ഹലോ, ഇപ്പം ഗൗരവമാണ്, എന്നാലും അല്ലെ ഒരു ചെറിയ ചിരിയരാവോ? ആയിട്ടില്ല. അപ്പോ അതാ ഈ കുഞ്ഞും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ സദ്യ കഴിക്കുക, ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാവുക. അതിന് തൃക്കാൽക്കര എന്നാണല്ലോ. അപ്പൊ പറഞ്ഞോളൂ. ഓണാശംസകൾ. തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിലെ എല്ലാ ജീവനക്കാർക്കും ഓണാശംസകൾ. എല്ലാ മലയാളികൾക്കും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാർക്ക്. അതായത് സുജയ ചേട്ടന് പ്രത്യേകം ഒരു സ്പെഷ്യൽ ആശംസ തരണം. ഓക്കെ, എന്റെ ഭാര്യയാണ് ചേച്ചി. അപ്പൊ ഇന്ന് ഇവിടെ വന്ന് ഹാപ്പി ഓണം. തന്നെയാണോ? അടുത്ത് തന്നെ, എടപ്പള്ളി. അങ്ങനെ ധാരാളം ആളുകൾ, അതായത് 10,000 യഥാർത്ഥത്തിൽ ഇവിടെ വരും. ഒരു 35,000 പേരെയൊക്കെ കണക്കൂട്ടുന്നു എന്നാണ് നേരത്തെ ഇനി അങ്ങോട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുവോണ സദ്യയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സദ്യ കഴിക്കാൻ ധാരാളം ആളുകൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ തൃക്കാക്കരയിൽ എത്തുന്ന എല്ലാവർക്കും സദ്യ കൊടുക്കുക, അങ്ങനെയാണ്. തൃക്കാക്കരയപ്പൻ ആ സദ്യ കൊടുത്തേ വിടൂ എന്നാണ്. അപ്പൊ സജോ ഇനിയിപ്പോ സദ്യക്ക് ഇരുന്നോളൂ. ഇല കണ്ട് ഓരോ പന്തിയായിട്ട് ആളുകൾ എഴുന്നേൽക്കുമ്പോൾ കുറെ നേരമായിട്ട് കാത്തു നിന്ന സജോയുടെ ആത്മാർത്ഥത ഞങ്ങളും പ്രേക്ഷകരും എല്ലാവരും മനസ്സിലാക്കുന്നു. ഇനി സജോ ഗംഭീരമായിട്ട് ഒരു ഓണ സദ്യ അങ്ങ് കഴിച്ചോളൂ. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. താങ്ക് യു സജോ.